ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ. അങ്ങനെ നമ്മുടെ സുതി പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുതിയുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ പോയി. അതിനോടൊപ്പം തന്നെ നമ്മുടെ സുതിയുടെ കടയിലുണ്ടായിരുന്ന കുറച്ച് സാധനവും കൂടെ പോയി. 4 ലക്ഷം രൂപ വന്ന് കൊണ്ടുപോയത് വിജിലൻസുകാരൊന്നുമല്ല, അതും കള്ളന്മാർ തന്നെയാണ് കേട്ടോ. അപ്പം ഫ്രിഡ്ജ് പോയി, കുറേ സാധനങ്ങൾ പോയി, 4 ലക്ഷം രൂപയുടെ കുറേ മുതൽ പോയി, അതിൻ്റെ കൂടെ 4 ലക്ഷം രൂപയും പോയി. അപ്പം പോലീസുകാരൻ പറയുകയാണ്, ഏതായാലും താന് സമാധാനമായിട്ട് ഇരിക്കുക, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സുധി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പരാതിയൊക്കെ എഴുതി കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. അപ്പൊ സച്ചി കുറച്ച് പൈസയൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നല്ലോ രേവതിക്ക്. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് രേവതി വന്നു. രേവതി വന്നിട്ട് സച്ചിയേട്ടാന്ന് വിളിച്ചു. അപ്പം സച്ചി, എന്താ രേവതി, അല്ല നീ ഇന്ന് പൂവിക്കാൻ പോയില്ലേ? പൂവിക്കാനൊക്കെ പോയി, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പൈസ എടുത്ത് കൊടുക്കാണ് കേട്ടോ. സോറി, എനിക്കൊരു തെറ്റ് പറ്റി. നമ്മുടെ സച്ചി അപ്പോഴാണ് പൈസ കൊടുക്കുന്നത്, അതിനു മുമ്പ് പൈസ കൊടുത്തില്ല കേട്ടോ. അപ്പം സച്ചി പൈസ കൊടുത്തിട്ട് പറയാണ്, 2500 രൂപയുണ്ട്, ഇത് ഡീസലൊക്കെ അടിച്ചിട്ട് ബാക്കിയുള്ള ക്യാഷാണ്, ഇത് നീ പിടിക്കുക, ഇത് നീ ഒരു കാര്യം ചെയ്തുകൊണ്ട് സൂക്ഷിച്ചു വെക്കാന്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു, അല്ല അപ്പൊ ഇന്ന് നല്ല ഓട്ടം കിട്ടിയോ? ഇന്ന് നല്ല ഓട്ടം കിട്ടി, റെസ്റ്റ് കിട്ടിയില്ല. രാവിലെ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നതാ, ഇപ്പോഴാണ് ഞാനൊന്ന് ഇറങ്ങിയത്. നിർത്താതെ ഒരേ ഓട്ടമായിരുന്നു. അല്ല, കാറ് നിർത്താതെ എങ്ങനെയാ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന സച്ചേട്ടാ? ഓ, തമാശിച്ചതാണല്ലേ, ജോക്ക് ജോക്ക് ജോക്ക്. എന്റെ പൊന്ന് രേവതി, സമ്മതിച്ചു. എടി, റെസ്റ്റ് എടുക്കാതെ ഓടിയെന്നാ ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ഓ, അതാണല്ലേ. അതെ അതെ, നീയേ ആ ക്യാഷ് സൂക്ഷിച്ചു വെക്ക്. ഇങ്ങനെ മിച്ചം കിട്ടുന്നതൊക്കെ ചേർത്ത് വെച്ചിട്ട് വേണം റൂം കെട്ടാനായിട്ട്. ഞാനും മിച്ചം പിടിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ക്യാഷും സച്ചേട്ടന്റെ ക്യാഷും നമുക്ക് ഒരുമിച്ച് വെക്കാം. ഇന്ന് എനിക്ക് 750 രൂപ കിട്ടിയിരുന്നു. 2500ഉം 750ഉം ടോട്ടൽ 3250. നമ്മുടെ രണ്ടുപേരുടെയും ഇന്നത്തെ സമ്പാദ്യം 3250 രൂപ. ഈ പൈസ ഞാൻ സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെ പോയാലോ രേവതി, നമ്മൾ പെട്ടെന്ന് തന്നെ മുറി കെട്ടുമായിരിക്കും അല്ലേ രേവതി? പിന്നല്ലാതെ പെട്ടെന്ന് തന്നെ കെട്ടും. നമ്മൾ രണ്ടുപേരും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ. ഇനി നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല, നമ്മൾ ഇത് ലക്ഷ്യമാക്കി തന്നെ നീങ്ങും. പിന്നെ ഞാനൊരു ബോക്സ് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ അതിലേക്കിടും. അത് നിറയുമ്പോൾ നമുക്ക് ബാങ്കിൽ കൊണ്ടിടാം. അയ്യോ, അത് വേണ്ട. ബോക്സ് നിറഞ്ഞാൽ ആ ക്യാഷ് എടുത്തിട്ട് നമുക്ക് മുറി കെട്ടാനുള്ള ഓരോ സാധനങ്ങളായിട്ട് മേടിക്കാം. അതല്ലേ രേവതി നല്ലത്? സച്ചേട്ടന്റെ ഇഷ്ടം അതെങ്കിൽ സച്ചേട്ടന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ റൂം കെട്ടും. എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ സച്ചേട്ടൻ റൂം കെട്ടാൻ കഴിവുള്ളവനാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അത് പിന്നെ ഇനിയിപ്പം നിർത്താതെ വണ്ടി ഓടിക്കേണ്ടി വരുമോ? അത് അല്ലെങ്കിലും ഓ, മനസ്സിലായി. നീ നിർത്ത്. ഞാനേ ഇരുന്ന് എങ്ങനെയെങ്കിലും കാറ് ഓടിച്ചോളാം. റെസ്റ്റ് ഇല്ലാത്ത ഞാനേ വണ്ടി ഓടിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു കൈയും കാലിനൊക്കെ നല്ല വേദന രേവതി, നല്ല വേദന. റൂം കെട്ടാൻ വേണ്ടിയല്ലേ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? സാരമില്ല. ഭാര്യയുടെ ശബ്ദമല്ലേ, കെട്ടാതിരിക്കാൻ പറ്റുമോ? ശബ്ദം എടുത്തിരിക്കല്ലേ. അത് പിന്നെ ശബ്ദം എടുത്തത് മോശമായി പോയോ? മോശമായി പോയൊന്നുമില്ല, എനിക്ക് നല്ല വേദനയുണ്ട്. അതും കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണേ. സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യും, സച്ചേട്ടൻ റൂമിലേക്ക് ചെല്ല്, എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിക്കേ. ഞാൻ ചൂട് പിടിച്ചു തരാം, അപ്പോഴത്തേക്ക് ഈ വേദനയൊക്കെ മാറും. ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് വരാം. സച്ചേട്ടൻ ചെല്ല്, റൂമിലേക്ക് ചെല്ല് എന്നും പറഞ്ഞ് റൂമിലേക്ക് നമ്മുടെ സച്ചിനെ ഉന്തി തള്ളി പറഞ്ഞു വിടുക. അങ്ങനെ ഏതായാലും നമ്മുടെ രേവതി അടുക്കളയിൽ പോയി വെള്ളമൊക്കെ ചൂടാക്കി തിളപ്പിച്ചെടുത്തോണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക് ചൂട് പിടിക്കാനായിട്ട്. ഈ സമയത്ത് കിച്ചണിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എവിടെയുണ്ട്? ചന്ദ്ര ചോദിക്കും, അല്ല രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഡ്രസ്സൊക്കെ അലക്കിയോ, തുടച്ചോ, ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചോ? ഇല്ല, ഇതൊന്നും ചെയ്തില്ല. പിന്നെ നീ ഇത്രയും നേരം ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അല്ല, അമ്മ ഇത്രയും നേരം ഇവിടെ എന്തെടുക്കായിരുന്നു? അത് ഞാനൊന്ന് കേക്കട്ടെ. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട കേട്ടോ. നിനക്ക് ഞാനൊരു 2 മണിക്കൂർ സമയം തരും. അതിനിടയിൽ ഈ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് തീർത്തില്ല എങ്കില് എന്റെ പൊന്നമ്മേ, എന്റെ കയ്യിലുള്ളത് തിളച്ച വെള്ളമാണ് കേട്ടോ. അമ്മയുടെ ഈ സംസാരത്തിന് ഈ തിളച്ച വെള്ളം ഉണ്ടല്ലോ. അത് പിന്നെ രേവതി, ഞാൻ നിന്നെ ചുമ്മാ വരട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ.
കാര്യമായിട്ടൊന്നും പറഞ്ഞല്ലെന്നേ ഞാന്. എന്താ രേവതി ഇത്? ഓ, അമ്മയുടെ ചിരി നല്ല ചിരിയാണല്ലോ. അമ്മ ഇങ്ങനെ ചിരിക്കുമല്ലേ? ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ ആദ്യമായിട്ട് ഇപ്പൊ എന്നോട് ചിരിച്ചത്. താങ്ക്സ്, ഒരുപാട് താങ്ക്സ് ഉണ്ട് അമ്മേ. പിന്നെ എൻ്റെ കയ്യിൽ ചൂടുവെള്ളം ആയതുകൊണ്ടേ അമ്മയുടെ തലയിലേക്ക് ഞാൻ ഇത് ഒഴിക്കുന്ന പേടിച്ചു പോയല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ അങ്ങനെ ചെയ്യൂ അമ്മേ? ഞാനേ ഇത് വേറൊരു ആവശ്യത്തിന് എടുക്കാൻ വന്നതാ. പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോയി. രേവതി ആയോണ്ട് പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പം തലമണ്ടേ കൂടി ഒഴിച്ചെന്നും ഇരിക്കും. അങ്ങനെ ചന്ദ്ര പറയാ, എന്റെ ഈശ്വര, പഴയതുപോലെ എന്നും ഏശുന്നില്ലല്ലോ. ഓ, മൊത്തം മാറ്റമാണല്ലോ. ഇവക്ക് ഒരു പേടിയില്ല. കുറച്ച് ശ്രദ്ധിക്കണം ഞാൻ, ഇല്ലെങ്കിൽ പണി പാളുന്ന്. ഈ സമയത്ത് നമ്മുടെ സച്ചിനെ കാണിക്കുകയാണെ. സച്ചി ദേഹത്തിന് വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കട്ടിലെ റൂമിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കുറച്ച് ചൂടുവെള്ളമൊക്കെ ആയിട്ട് വരുവാണ്. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ആയിട്ട് രേവതി വന്നപ്പോഴത്തേക്ക് സച്ചിയാണെങ്കിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് രേവതി, വേദന കുറഞ്ഞില്ലേ സച്ചിയേട്ടാ? വേദന കൂടുതലാണോ? ദേ അങ്ങ് മാറിയിരുന്നേ, ഞാൻ ഈ വെള്ളം അങ്ങോട്ട് വെക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി തിളപ്പിച്ച വെള്ളം അങ്ങോട്ടേക്ക് വെച്ചു. അപ്പോഴത്തേക്ക് സച്ചി വെച്ച്, ഇത് നല്ല ചൂടുണ്ടല്ലോ. ദേ നല്ല ചൂടൊന്നുമില്ല, ചൂടൊക്കെ കറക്റ്റാ, കാലിങ്ങോട്ട് നീട്ടി വെച്ച് എന്ന് പറഞ്ഞ് കാലിങ്ങനെ നീട്ടി വെപ്പിക്കുകയാണ്. അപ്പൊ സച്ചി കാലിങ്ങനെ നീട്ടി വെച്ചു കേട്ടോ. നമ്മുടെ രേവതി തോർത്തില് മുക്കി പിഴിഞ്ഞ് നമ്മുടെ രേവതി സച്ചിയുടെ കാലയിൽ ഇങ്ങനെ ഇങ്ങനെ ചൂട് പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ. ഏയ് വലിയ ചൂടൊന്നുമില്ല, എനിക്കറിയാം ഇതിന് ചൂടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കൻ്റെ സച്ചിയേട്ടാ. എന്റെ പൊന്നു പെണ്ണെ, എന്തൊരു ചൂടാ, എന്റെ കാല് പൊള്ളി. പൊള്ളിയിട്ടൊന്നുമില്ല, അധികം ചൂടില്ല. കാലുവേദന മാറണമെങ്കിൽ കുറച്ച് ചൂടൊക്കെ സഹിക്കണം, ചൂടൊക്കെ പിടിക്കണം. അവിടെ അടങ്ങി ഇരുന്നേ സച്ചേട്ടാ. ആ, ചെറിയ ചൂട് പോലും സഹിക്കാൻ പറ്റത്തില്ല. ഇത് എന്തൊരു കൂത്തിത്. ഇത്രയും പ്രായമായില്ലേ? എന്ത് പ്രായം? എനിക്ക് ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ എന്താ, കുഞ്ഞി കൊച്ചാണോ ചൂട് സഹിക്കാൻ പറ്റാതെ ഇരിക്കാനായിട്ട്? അവിടെ അടങ്ങിയിരിക്കാനാ പറഞ്ഞത് എന്ന് പറയാ. നമ്മുടെ രേവതി എന്നിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ ചൂട് പതുക്കെ പതുക്കെ പിടിച്ചു കൊടുക്കാണ് കേട്ടോ. ഇത് കണ്ടോണ്ട് ചന്ദ്ര ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒരിടത്ത് ഭാര്യയുടെ കാല് തടവി കൊടുക്കുന്നു, നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെയാണെങ്കിലോ സച്ചിയുടെ കാല് രേവതി ചൂട് പിടിച്ചു കൊടുക്കുന്നു. ഓ, എന്തായാലും സച്ചിക്ക് ഭാര്യനെ എവിടെ നിർത്തണം എന്നറിയാം. പക്ഷെ മറ്റ് രണ്ടുപേർക്കും അറിയത്തില്ല. ശ്രീകാന്തിന് ഈ രംഗം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. ദേ സച്ചിനെ കണ്ടുപഠിക്കാൻ പറയണം ഈ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് നമ്മുടെ ചന്ദ്ര പോവുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിയുടെ കാലാണെങ്കിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് രേവതി. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, നീ പറയുന്ന പോലെ വേദന കുറയുന്നുണ്ട് കേട്ടോ. വേദന പറന്നങ്ങ് പോയാലും എനിക്ക് തോന്നുക. നീയും രാവിലെ മുതൽ രാത്രി വരെ നിർത്താതെ ഓടുകയല്ലേ, നിർത്താതെ പൂ കെട്ടുമല്ലേ. പൂ കെട്ട് കൊടുക്കണം, വീട്ടിലെ ജോലി ചെയ്യണം, പൂ കെട്ടണം. നിനക്കും കാണില്ലേ കൈക്കും കാലിനും ഒക്കെ വേദന? എനിക്ക് മാത്രമാണോ? അത് പിന്നെ എനിക്ക് വേദനയൊന്നുമില്ല സച്ചേട്ടാ. ആര് പറഞ്ഞു? ഉണ്ട്, നിനക്ക് നല്ല വേദനയുണ്ട്. നിനക്ക് വേദനയില്ലെന്ന് നീ കള്ളം പറയുന്നതാ. വേദന ആരെയും അറിയിക്കാതെ സഹിച്ചുകൊണ്ട് നടക്കല്ലേ നീ. നിന്റെ കൈ ഇങ്ങ് തന്നെ, കൈ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടിക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി കൈ നീട്ടിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ദേ ഞാൻ മസാജ് ചെയ്ത് തരാം നിന്റെ കൈയെ, അപ്പോഴത്തേക്ക് നിന്റെ കൈയുടെ വേദനയൊക്കെ മാറിക്കോളും. അയ്യോ, എനിക്ക് വേദനയൊന്നും ഇല്ല സച്ചേട്ടാ വിട്ടേ. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ ഇങ്ങോട്ട് തിരുമ്പി തന്നില്ലേ, ചൂട് പിടിച്ചു തന്നില്ലേ, അപ്പൊ ഞാൻ അങ്ങോട്ടും ചൂട് പിടിച്ച് തരുന്നു പറഞ്ഞ് ചൂട് പിടിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്ര നേരെ പോയത് ശ്രീകാന്തിനെ വിളിക്കാനായിട്ടാണ്. ഈ രംഗം ഒന്ന് കാണിക്കണ്ടേ. അങ്ങനെ ശ്രീകാന്ത് വരികയാണ്. ശ്രീകാന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് ശ്രീകാന്ത് ചോദിച്ചു, എന്തിനാ അമ്മ എന്നെ വിളിച്ചത്? വർഷ എവിടെ? അവള് കുളിക്കുക അമ്മേ. എന്താ വല്ല പ്രശ്നമുണ്ടോ? ഏയ് പ്രശ്നമൊന്നുമില്ല. ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാലേ ഒരു കൂട്ടം കാണിച്ചു തരാനാ. നിനക്കാണല്ലോ പ്രശ്നം, നീ ആണല്ലോ പെൺകോന്തൻ. എന്താ അമ്മേ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്താ ചെയ്തത്? നീ അവളുടെ ഭർത്താവാണോ, അവള് നിന്റെ ഭർത്താവാണോ? എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതാ. ശോ, എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഓ, നീയല്ലേ അവളുടെ കഴുത്തില് താലി കെട്ടിയത്, അതോ അവളാണോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? എനിക്കൊരു സംശയം, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നീ എന്തിനാ അവളുടെ കാല് മസാജ് ചെയ്ത് കൊടുത്തത്? അത് പിന്നെ അവള് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞു, ഞാൻ മസാജ് ചെയ്ത് കൊടുത്തു. അതിനെന്താ കുഴപ്പം? എടാ ശ്രീകാന്തെ, ഇങ്ങനെയൊക്കെ ചെയ്താലേ നിന്റെ വില പോകും. അവക്ക് ഒരു മതിപ്പും കാണത്തില്ല. പിന്നെ നിന്നെ അവളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് എടാ പോടാന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അവള് പറയുന്നത് എന്തും കേട്ട് നിന്നോളൂ. നീയൊക്കെ ഒരാണാണോടാ? ആണാണോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അവള് ഒരു ഫ്രണ്ട്ലി ആയിട്ടല്ലേ എന്നോട് സംസാരിക്കുന്നത്, വിളിക്കുന്നത്. എടാ, ഭാര്യനെ ഭാര്യയായിട്ട് തന്നെ നിർത്തണം, മനസ്സിലായോ? നിലയ്ക്ക് നിർത്തണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ഇനിയിപ്പൊ നിലയ്ക്ക് നിർത്താൻ തന്റെ കുറവും കൂടെ ഉള്ളൂ. നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ സച്ചിനെ നോക്ക്, അവൻ പഠിപ്പില്ലാത്തവനും മുരടനും ഒക്കെ തന്നെയാ. പക്ഷേ
ഭാര്യനെ എവിടെ നിർത്തണമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതാ അവൻ ചെയ്യുന്നത്. നിന്നെ പോലെ ഭാര്യയുടെ കൈയും കാലും ഒന്നും തടവി കൊടുക്കത്തില്ല. ഭാര്യനെ കൊണ്ട് അവന്റെ കാല് മസാജ് ചെയ്യിപ്പിക്കും. അതാണടാ ആണത്തം, മിടുക്കൻ. അവന്റെ ഭാര്യനെ കൊണ്ട് അവന്റെ കാല് മസാജ് ചെയ്യിക്കുന്നതേ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഭാര്യനെ എവിടെ എങ്ങനെ നിർത്തണമെന്ന് നീ അവനെ കണ്ടു പഠിക്ക്. നീ ഇങ്ങ് വന്നേ, എന്റെ കൂടെ വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്തിനെ. എന്നിട്ട് പതുക്കെ പറയുക, ഭാര്യനെ എവിടെ നിർത്തണമെന്ന് നീ സച്ചിനെ കണ്ടു പഠിക്കണം. അതിനാ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകുന്നത്. ദേ നോക്കിക്കേ, നീ ബാ, നീ അവന്റെ അടുത്ത് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ, റൂമിലേക്കൊന്ന് പതുക്കെ നോക്ക്. നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ കൈ പതുക്കെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞ ശ്രീകാന്തിന് ചിരി വന്നു കേട്ടോ. നമ്മുടെ ചന്ദ്ര വിചാരിച്ചത് ഇപ്പോഴും രേവതി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയുടെ കാലിലെന്നാണ്. പക്ഷേ നമ്മുടെ ചന്ദ്രയുടെ പ്ലാൻ അല്ല. ചന്ദ്ര വിചാരിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ കണ്ടൊന്ന് ശ്രീകാന്തിനെ കൊണ്ടൊന്ന് പഠിപ്പിക്കാം, അതുപോലെ ആക്കാന്നൊക്കെ ഓർത്താണ്. അതൊക്കെ തെറ്റിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ എന്താ അമ്മ പറഞ്ഞത്? ഏട്ടന്റെ കാല് ഏടത്തി തിരുമ്മി കൊടുക്കുകയാണെന്നല്ലേ? അതെ, ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്ക്, നോക്ക് അങ്ങോട്ട് നോക്ക്. ആ, ഞാൻ നോക്കി കണ്ടു. അമ്മയൊന്ന് നോക്കുന്നേ, ഞാൻ പറഞ്ഞില്ലേ അമ്മയൊന്ന് നോക്ക്. ഞാൻ നേരത്തെ കണ്ടതാ, ഇനി നോക്കാനൊന്നുമില്ല. അല്ല, അമ്മ ഒന്നുകൂടെ നോക്കുന്നേ, നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഒന്ന് നോക്കിയതും ചന്ദ്രയുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ചന്ദ്ര പ്രതീക്ഷിച്ചത് ഇപ്പം കാല് ചൂട് പിടിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ രേവതിനെ കാണാൻ പറ്റുന്ന, പക്ഷെ രേവതിയുടെ കൈ തിരുമിക്കൊണ്ടിരിക്കുന്ന സച്ചിനെയാ കണ്ടത് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതി, പൂ കെട്ടി നിന്റെ കൈയൊക്കെയേ ചെമ്പനീർ പൂ പോലെ മൃദുവായിട്ടിരിക്കുക. എന്ത് രസമാണ് നിന്റെ കൈ പിടിക്കാനായിട്ട്. എന്റെ പൊന്നു സച്ചേട്ടാ, ഒന്ന് പൊക്കെ ഒന്ന്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രക്ക് കലി വന്നു കേട്ടോ. ചന്ദ്ര മാറി നിന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത്, ഇപ്പൊ എങ്ങനെ ഇരിക്കണേ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ പൊന്നമ്മേ, ദേ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാണെന്നേ, പണ്ടത്തെ പോലെ ചിന്തിക്കാതെ. ദേ ഇപ്പൊ വർഷേനെ വല്ലോ വിളിച്ച് കാണിച്ചിരുന്നെങ്കില് നല്ല ചീത്ത വായിന്ന് കേട്ടേനെ. വെറുതെ എന്തിനാ വായിലിരിക്കുന്നതൊക്കെ കേൾക്കാനായിട്ട് അമ്മ ഇങ്ങനെ തുടങ്ങുന്നത്? വേറെ പണിയൊന്നും ഇല്ലല്ലേ അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോകും. അവിടെ നമ്മുടെ ചന്ദ്ര ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ നമ്മുടെ രേവതിനെ സച്ചിനെ തന്നെയാ കാണിക്കുന്നത്. അങ്ങനെ രേവതി പറഞ്ഞ്, വേഗം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാ. എന്ത് പറ്റി? എന്തെങ്കിലും തൈലം വേണോ ദേഹത്ത് തിരുമാനായിട്ട്? ഒരു തൈലവും വേണ്ട, പക്ഷേ വേറൊരു മരുന്ന് വേണമായിരുന്നു. അത് പുറമേ പുരട്ടേണ്ടതല്ല, അകത്ത് കഴിക്കേണ്ട മരുന്നാ. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഇപ്പം വേദനയൊക്കെ പോയേനെ. ഒരു ക്വാർട്ടർ മേടിച്ച് അടിച്ചാലേ വേദനയൊക്കെ പറക്കും. ആഹാ, ആണോ? അതിനത്രയ്ക്കും പവറുണ്ടോ? അത് കൊള്ളാലോ. എങ്കിലേ സച്ചേട്ടാ, എനിക്കും കാലും കൈയും ഒക്കെ അങ്ങനെ വല്ലാത്ത വേദനയാണ് കേട്ടോ. സച്ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, എനിക്കും കൂടെ ഒരു ക്വാർട്ടർ മേടിച്ചോ. അത് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ടെറസിലിരുന്ന് അടിക്കാം. എങ്ങനെയുണ്ട്? ടച്ചിങ്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കാന്നേ, വേദന പോകും പിന്നെ എന്താ കുഴപ്പം? എന്താ ഉണ്ടാക്കണ്ടേ? അച്ചാറ് മതിയോ? അയ്യോ രേവതി, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, ക്ഷമിക്ക്. അയ്യോ, വെറുതെ അല്ല ഞാൻ പറഞ്ഞത്. സജ്ജേട്ടൻ പോയി മേടിച്ചിട്ട് വാ, ഞാൻ ഉണ്ടാക്കാം, നമുക്ക് ഒരുമിച്ച് അടിക്കാം. അയ്യോ, എന്റെ കാലുവേദന മാറി. ദേ കാലിനൊരു കുഴപ്പമില്ല, കൈക്കും ഒരു കുഴപ്പമില്ല. അയ്യോ, ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഓടി നേരെ ബാത്റൂമിൽ കയറുകയാണ് കേട്ടോ. നമ്മുടെ രേവതി ചിരിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇവർക്കുള്ള മരുന്ന് ഇതൊക്കെ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രവീന്ദ്രനെ ആട്ടോ കാണിക്കുന്നത്. രവീന്ദ്രൻ പുറത്ത് പോയിട്ട് വരികയാണ്. പുറത്ത് പോയിട്ട് വരുമ്പോൾ രവീന്ദ്രൻ്റെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കവറൊക്കെ ആയിട്ടാണ് രവീന്ദ്രൻ വരുന്നത്. ചന്ദ്രേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് രവീന്ദ്രൻ വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ വേറൊരാൾ ഹാജരാകുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രീകാന്ത്. അപ്പൊ ശ്രീകാന്ത് ഈ കൂട്ടിൽ എന്താന്ന് ചോദിച്ചപ്പോ ഇത് അമ്മയ്ക്കുള്ളതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര വന്നിട്ട്, ഈ കൂട്ടത്തിൽ സച്ചി കുറച്ച് ഭേദമാണെന്നാ ഞാൻ ഓർത്തത്. പക്ഷേ സച്ചിയും കണക്കാ, നമ്മുടെ 3 ആമക്കളും കണക്കാ. എവിടെ നേരെയാകാനാ പെൺകോന്തന്മാര്. എന്റെ 3 ആമക്കളും ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. ഒരുത്തൻ നമ്മുടെയൊക്കെ മുമ്പിൽ വീരശൂര പരാക്രമിയാ, ഭാര്യയുടെ മുമ്പിൽ എത്തുമ്പോഴോ വെറും ക്രിമി കീടം. കഷ്ടം തന്നെ കാര്യം. നിങ്ങളുടെ പുന്നാരം മോൻ സച്ചിയില്ലേ, സച്ചി രേവതിയുടെ കൈയും കാലും തടവി കൊടുക്കുകയാണ്. എന്തൊരു നാണക്കേടാ ഇത്. പുറത്തു പോയി പറയാൻ പറ്റുന്ന കാര്യമാണോ? ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ കൊള്ളത്തില്ലാത്തവരാ. എന്താ എന്നെയും കൂടെ കൂട്ടിയാണോ നീ പറയുന്നത്? അല്ല, രവിയേട്ടൻ കൊള്ളാം, രവിയേട്ടന്റെ മക്കള് കൊള്ളത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പോയാലേ വൈകാതെ തന്നെ 3 മരുമക്കളും വീട് ഭരിക്കാൻ തുടങ്ങും. നിങ്ങൾ എല്ലാവരെയും വിളിച്ചിരുത്തി ഒന്ന് സംസാരിക്കുക, എന്നിട്ട് ഈ അടിമപ്പണി ഒന്ന് നിർത്താൻ പറ. നീ ഇങ്ങനെ ടെൻഷൻ ആകാതെ ചന്ദ്രേ. നിനക്ക് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ടെൻഷൻ കുറയാനായിട്ട്.
ഒരു സൂപ്പർ സാധന എന്നും പറഞ്ഞ് അത് ഒരു ബോക്സ് തുറന്ന് എടുക്കുകയാണ് കേട്ടോ. 3 കുരങ്ങന്മാരിയ്ക്കുകയാണ്. ചെവി പൊത്തി, കണ്ണു പൊത്തി, അതുപോലെ തന്നെ വായ പൊത്തി, അങ്ങനെ 3 കുരങ്ങന്മാര്. ഈ കുരങ്ങന്മാരുടെ ഫോട്ടോ കണ്ടിട്ട്, ഫോട്ടോ അല്ല, ഒരു പ്രതിമ കണ്ടിട്ട് എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇതാണ് 3 monkeys കൾച്ചർ. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല. ഇതെന്തിനാ ഇപ്പം മേടിച്ചോണ്ട് വന്നത്? വർഷ ചെയ്യുന്നതും പറയുന്നതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും വാ മൂടി കെട്ടിയിരിക്കാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞല്ലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം. ഇതൊരു കൂട്ടുകുടുംബം അല്ലേ? നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കണമെന്നൊന്നും ഇല്ല ചന്ദ്രേ. നിനക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പലതും ഇവിടെ നടക്കും. അതുപോലെ നിനക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെടാത്ത പലതും നടക്കാറുണ്ട്. നീ ഈ ശില്പം നോക്ക്. ദേ, ഇത് ഒന്ന് കാണരുത്, അതായത് തിന്മ കാണരുത്, തിന്മ കേൾക്കരുത്, തിന്മ സംസാരിക്കരുത്. ആ തത്വത്തെ പ്രതിനിധീകരിക്കുന്ന 3 കുരങ്ങന്മാരാണ് ഇവര്. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ ആരും തിന്മ ചെയ്യുന്നൊന്നുമില്ല, എങ്കിലും നിന്റെ ടെൻഷൻ കുറയ്ക്കാനായിട്ട് ഈ പ്രതിമ നമുക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ പ്രതിമേനെ കൊണ്ട് വന്നത്. ഇത് നിനക്ക് തരാൻ പറ്റിയ നല്ല ഗിഫ്റ്റ് തന്നെയാ. ഈ കുരങ്ങൻ 2 കൈകളും കൂട്ടി കണ്ണു പൊത്തി പിടിച്ചിരിക്കുന്നത് കണ്ടോ? എന്തിനാണെന്നറിയോ? അത് ഞാൻ പറയാം. നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നീ 2 കണ്ണും ഇതുപോലെ പൊത്തി പിടിച്ചിരിക്കണം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ചില കാര്യങ്ങൾ നമ്മൾ കാണാതെയൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്നത് തന്നെയാ നല്ലത്. ചിലരുടെ സംസാരം നിനക്ക് ഇഷ്ടാവത്തില്ലായിരിക്കാം. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ ഇതുപോലെ ചെവി 2ഉം കൂടെ പൊത്തി പിടിക്കണം. അപ്പം നിനക്ക് കേൾക്കാതിരിക്കാം. ചില കാര്യങ്ങൾ കേൾക്കാതിരിക്കുന്നതേ അത് നല്ലതാ. നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തിനാ നമ്മൾ വെറുതെ കേൾക്കുന്നത്? ഒക്കെ കണ്ടും കേട്ടും വാ മൂടി കെട്ടിയിരിക്കാൻ കഴിയില്ല എന്ന് നീ പറഞ്ഞിരുന്നല്ലോ. അപ്പം നീ ഈ പ്രതിമേനെ നോക്കിയാൽ മാത്രം മതി. അപ്പൊ നിനക്ക് എല്ലാം സാധിക്കും. ഈ കുരങ്ങൻ വാ പൊത്തിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ നീ ഇതെല്ലാം കണ്ടും കേട്ടും ചില സമയം വാ പൊത്തിയിരിക്കണം. അതിനാണ് ഞാൻ ഈ 3 കുരങ്ങന്മാരുടെ പ്രതിമ മേടിച്ചുകൊണ്ട് വന്നത്. ഇത് നമ്മുടെ റൂമിൽ കൊണ്ടുവെക്കണം. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ നീ ഇതിനെ പോയി നോക്കിയാൽ മാത്രം മതി ചന്ദ്രേ എന്ന് പറഞ്ഞു. പിന്നെ 3 കുരങ്ങന്മാരെ മേടിച്ചോണ്ട് വന്നിരിക്കുക. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ മനുഷ്യ? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാ? എനിക്കല്ല സൂക്കേട് ചന്ദ്രേ, നിനക്കാ സൂക്കേട്. നിന്റെ സൂക്കേട് മാറാനുള്ള ചെറിയൊരു മരുന്നാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ, ദേഷ്യം വന്നിട്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി പുറത്തേക്ക് എന്തോ മേടിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി രേവതിനെ എന്ത് ചെയ്താ വിടുന്നില്ല. രേവതിയോട് നടക്കാൻ പാടില്ല, ഞാൻ വണ്ടി കൊണ്ടുപോകാന്നൊക്കെ പറയും. അപ്പം സച്ചിയുടെ വിചാരം രേവതി പ്രഗ്നന്റ് ആണെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതി ഇതിനൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ പണ്ട് നടന്നാ പോയത്, ഇപ്പോഴല്ലേ കാറൊക്കെ ഉണ്ടായത്, ഞാൻ നടന്നു പൊക്കോളാന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ കൊച്ചു കുട്ടിയല്ലേ ഇവിടുന്ന് അവിടെ വരെ നടന്നു പോകാൻ, അല്ല കാറിന് പോകാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ലാസ്റ്റ് രേവതിനെ വിടുകയാണ്. സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, നീ കൊച്ചുകുട്ടിയല്ല, പക്ഷെ നിന്റെ വയറ്റിലൊരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ രേവതി. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.